Right. BJP കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ. Now Kerala has started. Sorry. Kasargod, Ravish Thanti Kuntar. Kannur, Shri C.K. Padmanabhan. Vadakara, Shri V.K. Sanjeevan. Kozhikode, Shri K.P. Prakash Babu. Mallapuram, Shri Unnikrishnan Master. Punani, Shri V.T. Rema. Palakkad, Shri C. Krishna Kumar. Chalakudi, Shri A.N. Radhakrishnan. Ernakulam, Shri Alphonse, हमारे जो मंत्री हैं अल्फोंस वो. कोल्लम, श्री K.V. साबू. अतिंगल, श्री शोभा सुरेंद्रन. केरला में तिरुवनंतपुरम, कुंभनम राजशेखरन. लक्षद्वीप, श्री अब्दुल खदेर. मणिपुर, इनर मणिपुर, के रंजन सिंह. आउटर मणिपुर, श्री H. शोको पाओ माते. അപർണ, ഇവിടെ രണ്ട് മണ്ഡലങ്ങൾ പറയുന്നത് ശ്രീ നഡ്ഡ വിട്ടുപോയി. അദ്ദേഹം എറണാകുളത്ത് എത്തി. അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കേന്ദ്രമന്ത്രിയാണ് എന്നുകൂടി അദ്ദേഹം വിശദീകരിച്ച ശേഷം അദ്ദേഹം നേരെ പോയത് കൊല്ലത്തേക്കാണ്. ഒരു പക്ഷേ ഈ രണ്ട് മണ്ഡലത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ചെറിയ ഒരു എഴുതി നിന്ന് അദ്ദേഹത്തിന് കണ്ടുതെറ്റിയതാകാം. ഈ രണ്ട് മണ്ഡലത്തിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കെ സുരേന്ദ്രൻ തന്നെയാകും മത്സരിക്കുക. ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ മത്സരിക്കും. ഒരു പക്ഷേ ഈ വാർത്താസമ്മേളനത്തിനൊടുവിൽ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട്. റൈറ്റ്. ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പ്രഖ്യാപിച്ച് മറ്റ് സ്ഥാനാർത്ഥികൾ നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു മാറ്റവുമില്ല. അതാണ് പത്തനംതിട്ടയും ആലപ്പുഴയുമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം വിട്ടിട്ട് നേരെ ലക്ഷദ്വീപിലേക്ക് കടക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഏകദേശം ആ കണക്കുകളിൽ വലിയ മാറ്റമില്ല.